NPK 19-19-19, 20-20-20, 10-10-10 ആകെ കൺഫ്യൂഷനായല്ലേ ഏതുപയോഗിക്കണമെന്ന്? കൺഫ്യൂഷനൊക്കെ ഇന്ന് നമുക്ക് ക്ലിയർ ചെയ്യാൻ കേട്ടോ. അതിനു മുന്നേ ഞാൻ സിജി നിജാസ്. വെൽക്കം ടു മൈ ചാനൽ കൊലിസൻ കിച്ചൻ. അപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മളെ കൂടി ഒന്ന് പരിഗണിച്ചേക്കണേ. ഒരു സബ്സ്ക്രിപ്ഷൻ തരാൻ പിശുക്കൊന്നും ആരും കാട്ടരുത് കേട്ടോ. അപ്പോൾ നമുക്ക് NPKയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. ഈ കാണുന്ന NPK നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പലതും പല റേഷ്യോയിൽപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ കടയിലൊക്കെ ചെന്ന് ഒരു NPK ചോദിച്ചാൽ അവർ ചോദിക്കും ഏത് റേഷ്യോയിലുള്ളതാണ് വേണ്ടതെന്ന്. ഏതെങ്കിലുമൊക്കെ NPK വാങ്ങി നമ്മുടെ പ്ലാന്റുകളെ കൊല്ലാതെ നമ്മുടെ പ്ലാന്റിൻ്റെ നീഡ്സിന് അനുസരിച്ചുള്ള NPKയാണ് വാങ്ങേണ്ടത്. ഞാനിവിടെ ഇപ്പോൾ 2 തരത്തിലുള്ള NPK ഒന്ന് പരിചയപ്പെടുത്താം. ഇത് NPK 19-19-19. NPK മീൻസ് N ഫോർ നൈട്രജൻ, P ഫോർ ഫോസ്ഫറസ് ആൻഡ് K ഫോർ പൊട്ടാഷ്യം. ഈ 19-19-19 എന്ന് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് നൈട്രജൻ്റെ പെർസെൻറ്റേജും, രണ്ടാമത്തേത് ഫോസ്ഫറസിൻ്റേതും, മൂന്നാമത്തേത് പൊട്ടാഷ്യത്തിൻ്റെ പെർസെൻറ്റേജുമാണ്. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്നു 100% വാട്ടർ സോല്യുബിൾ ഫെർട്ടിലൈസർ. വാട്ടർ സോല്യുബിൾ ആയിട്ടുള്ളതുമുണ്ട്, ഇൻസോല്യുബിൾ ആയിട്ടുമുള്ളതുമുണ്ട്. വാട്ടർ സോല്യുബിൾ ആയിട്ടുള്ള ഫെർട്ടിലൈസറാണ് നമ്മുടെ പ്ലാന്റുകൾക്ക് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഈ രണ്ടാമത്തെ ഫെർട്ടിലൈസർ എന്താണെന്ന് നോക്കാം. ഇതും NPK തന്നെയാണ്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന NPKയുടെ റേഷ്യോ എന്ന് പറയുന്നത് നൈട്രജൻ 5, ഫോസ്ഫറസ് 15, പൊട്ടാഷ്യം 18. എല്ലാ ചെടികൾക്കും ഒരുപോലെ ഉള്ള ഫെർട്ടിലൈസർ കൊടുക്കാതെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ NPKയുടെ വേരിയേഷൻസ് ഉള്ള ഫെർട്ടിലൈസർ കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏതൊരു പ്ലാന്റും നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നു വരാൻ അത്യാവശ്യമായ ന്യൂട്രിയൻസുകളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം. വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഈ ന്യൂട്രിയൻസുകളുടെ ആവശ്യങ്ങൾ കൂടുകയും കുറയുകയും ചെയ്യും. ഈ ന്യൂട്രിയൻസുകൾ പ്ലാന്റ്സിന് എങ്ങനെയാണ് ഉപയോഗപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. നൈട്രജൻ പ്ലാന്റ് സെല്ലുകളുടെ വളർച്ചയ്ക്കും പുതിയ ടിഷ്യൂസൊക്കെ ഉണ്ടാകുന്നതിന് പ്രോട്ടീൻ ആവശ്യമാണ്. ഈ പ്രോട്ടീൻസിൻ്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ നൈട്രജനാണ്. ചെടികളുടെ വളർച്ചാ ഘട്ടത്തിൽ നൈട്രജൻ കൂടുതലടങ്ങിയ NPKയാണ് നല്ലത്. ചെടികൾ നന്നായി പച്ചപ്പോടുകൂടി വളർന്നു കിട്ടാൻ ഇത് സഹായിക്കും. രണ്ടാമതായി ഫോസ്ഫറസ്. ഇത് റൂട്ട്സുകളെ സ്റ്റിമുലേറ്റ് ചെയ്ത് റൂട്ട്സ് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. കൂടാതെ പുതിയ ബഡ്സുകളും ഫ്ലവേഴ്സിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഡെവലപ്മെൻറ്റിനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഫോസ്ഫറസ്. ഇനി നമ്മൾ പൊട്ടാഷ്യത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പുതിയതായിട്ട് റൂട്ട്സുകൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതിനും രോഗങ്ങൾക്കെതിരെ പൊരുതാനുള്ള സ്ട്രെങ്തും പ്ലാന്റ്സിന് നൽകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് പൊട്ടാഷ്യം. മാത്രമല്ല പ്ലാന്റ്സിൻ്റെ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുന്നത് വഴി വലിയ ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടാകാനും ഉണ്ടായ ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒന്നും പെട്ടെന്ന് കൊഴിയാതെ സ്ട്രെങ്തോടു കൂടി നിൽക്കാനും സഹായിക്കുന്ന ഒരു ഘടകമാണ് പൊട്ടാഷ്യം. നമ്മളൊരു തൈ നട്ട് അത് വളർന്ന് പൂത്ത് കായ്ക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ചില സ്ഥലത്തുള്ള മണ്ണുകൾക്ക് ഈ ഏതെങ്കിലുമൊക്കെ ഘടകങ്ങളുടെ അളവ് കൂടുതലോ കുറവോ ഉണ്ടായിരിക്കും. അപ്പോൾ ഏത് ഘടകമാണോ കൂടുതലുള്ളത് അത് കുറവുള്ള NPK വേണം നമ്മൾ നൽകി കൊടുക്കാൻ. അതായത് ചില സ്ഥലങ്ങളിലെ മണ്ണിൽ ചിലപ്പോൾ നൈട്രജൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള NPK ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് മണ്ണിൽ ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ മണ്ണിൻ്റെ ഘടനയ്ക്ക് അനുസരിച്ചുള്ള NPK വേണം നമ്മൾ ഓരോ ചെടികൾക്കും നൽകി കൊടുക്കാൻ. ഒരു ചെടിയുടെ വളർച്ചാ ഘട്ടത്തിൽ, അതായത് ആദ്യമായിട്ടുള്ള വളർച്ചാ ഘട്ടങ്ങളിൽ ഒരു ചെടിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് നൈട്രജനാണ്. ഇനി ഒരു പ്ലാന്റ് നന്നായിട്ട് മെച്ചുറൊക്കെ ആയതിനു ശേഷം അത് പൂക്കാനും കായ്ക്കാനും ഒക്കെ വേണ്ടി ഫോസ്ഫറസും പൊട്ടാഷ്യവും ഒക്കെ കൂടുതലുള്ള NPK നൽകാം. പിന്നെ നൈട്രജൻ അടങ്ങിയത് നമ്മൾ പൂക്കാറൊക്കെ ആയ ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് പൂക്കാതെയും കായ്ക്കാതെയും വീണ്ടും ഇലച്ചിങ്ങനെ വളർന്നു വരും. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഗുണമൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ അത് അറിഞ്ഞു വേണം ഓരോ ചെടിക്കും ഈ NPKയുടെ റേഷ്യോ അനുസരിച്ചുള്ളവ വാങ്ങി നൽകി കൊടുക്കാൻ. ഇനി നമ്മുടെ പ്ലാന്റ് ചെറിയ ഒരു പ്ലാന്റ് ആണെങ്കിൽ അതിന് നമുക്ക് ഏത് NPK കൊടുക്കാമെന്ന് വെച്ചാൽ NPK 10-10-10 കൊടുക്കാം. അതായത് ഒരു ചെറിയ അളവിൽ നമ്മൾ ഈ 10-10-10 എന്നുള്ള NPK കൊടുക്കുകയാണ്. അത് നല്ല ഹെൽത്തി ആയിട്ട് ആ പ്ലാന്റ് അങ്ങോട്ട് വളർന്നു വരും. വളർന്ന് മെച്ചുറായതിനു ശേഷം നമുക്ക് ഫോസ്ഫറസും പൊട്ടാഷ്യം കൂടുതലായിട്ടുള്ള NPKകൾ നൽകാവുന്നതാണ്. ഇനി നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സുകളൊക്കെ ഇല്ലേ, അതിലൊക്കെ നിറയെ പൂക്കൾ നമ്മൾ നഴ്സറികളിലൊക്കെ നോക്കുമ്പോൾ കാണാം. അവിടെയൊക്കെ നിറയെ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാണാം. നമ്മുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അതിലൊന്നും പൂക്കളൊന്നും കാണത്തില്ല. അപ്പോൾ അതിന് പ്രധാനമായിട്ടുമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവരിതുപോലുള്ള പൂക്കാനൊക്കെയുള്ള ഫോസ്ഫറസും പൊട്ടാഷ്യം ഒക്കെ കൂടുതലുള്ള വളങ്ങൾ ഒരുപാട് കൊടുക്കുന്നത് കൊണ്ടാണ് ആ ചെടിയൊക്കെ നിറഞ്ഞ് ഇങ്ങനെ പൂക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ 19-19-19 ഒന്ന് പൊട്ടിച്ച് നോക്കിയാലോ. ഇതിനെ പൊട്ടിച്ചൊരു ബൗളിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. കാരണം ഇതിപ്പോൾ ഒരു പിങ്ക് നിറത്തിലുള്ള ഒരു ഫെർട്ടിലൈസറാണ്. ഈ NPK തന്നെ പല പല കളറുകളിൽ അവൈലബിൾ ആണ്. ഇതൊരു പഞ്ചസാര തരി പോലെ കാണുന്നവയാണ്. അതേപോലെ പെല്ലറ്റ്സ് പോലെ കുറച്ച് ഉരുണ്ടിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് പോലെ കാണപ്പെടുന്നതും ഉണ്ട്. ഇതുപോലെ പിങ്ക്, ഗ്രീന്, ബ്ലൂ അങ്ങനെ പല കളറുകൾ പല കമ്പനികൾ അവരുടെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി പല പല കളറുകളിലും ഈ NPK ഇറക്കാറുണ്ട്. അപ്പോൾ കളറിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക്
19 എന്നുള്ളത് ഒരു ചെടിയുടെ എല്ലാ തരത്തിലുള്ള വളർച്ചയ്ക്കും വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒന്നാണ് 19 അതേപോലെ 20 എന്നിവയൊക്കെ. ഇനി ഇത് പ്ലാന്റ്സിന് എങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാമെന്ന് നോക്കാം. ഡയറക്റ്റ് ആയിട്ടും കൊടുക്കാം, അതേപോലെ വാട്ടറിൽ കലക്കിയും നമുക്ക് കൊടുക്കാം. ഇത് വാട്ടർ സോല്യുബിൾ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതുപോലെ മെച്ചുവർ ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് ഒക്കെ ഉള്ള ഒരു വലിയ പോട്ടിലൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്കൊരു 1 സ്പൂണോ അല്ലെങ്കിൽ 1/2 സ്പൂണോ ആ സ്റ്റെമ്മിലൊന്നും തട്ടാതെ മണ്ണൊന്ന് ഇളക്കി അതിനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത് ആ റൂട്ടിലേക്ക് വലിച്ചെടുത്തോളും. പക്ഷേ ഇത് നമ്മൾ ഡയറക്റ്റ് ലിക്വിഡായിട്ട് കൊടുക്കുന്നതിൻ്റെ അത്രയും ഫാസ്റ്റായിട്ട് ഈ റൂട്ട്സുകൾക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല. ഇനി ചെറിയ പ്ലാന്റ് ആണെങ്കിൽ, ചെറിയ പോട്ടിലുള്ള പ്ലാന്റ് ആണെങ്കിൽ അതിനനുസരിച്ച് ഈ NPKയുടെ അളവ് വളരെ കുറയ്ക്കുകയും വേണം. അല്ലെങ്കിൽ ചെടിയുടെ റൂട്ടൊക്കെ കരിഞ്ഞ് പെട്ടെന്ന് ചെടി നശിച്ചു പോകും. ഇനി നമ്മൾ നിലത്തൊക്കെ നട്ടിരിക്കുന്ന ചെടിയാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് 1.5 സ്പൂണൊക്കെ ആ ചെടിയുടെ ചുവടിൽ നിന്ന് ഇച്ചിരി ഒന്ന് മാറ്റി ഇട്ട് കൊടുക്കാം. അതിന് വേറെ പ്രശ്നമൊന്നും വരില്ല. ഇനി കുഞ്ഞു ചെടികളാണെങ്കിൽ, അതായത് 2 ലീഫൊക്കെ ഉള്ള ചെടികളാണെങ്കിൽ നമുക്ക് 2 ഗ്രാം കൊടുക്കാം. അതേപോലെ ഈ ലീഫിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഇത് നമുക്ക് കണക്കാക്കി എടുക്കാൻ പറ്റും. 2 ലീഫാണെങ്കിൽ 2 ഗ്രാം, 5 ലീഫാണെങ്കിൽ 5 ഗ്രാം, അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. ഇനി ഇത് വെള്ളത്തിൽ കലക്കി എങ്ങനെ നമുക്ക് കൊടുക്കാമെന്ന് നോക്കാം. അതായത് 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 1 ടീസ്പൂൺ, കുറച്ചൊക്കെ തറയിൽ കളഞ്ഞ് കുഴപ്പമില്ല, 1 ടീസ്പൂൺ നമ്മൾ ഇതിലോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ വെള്ളമൊഴിച്ച് നന്നായിട്ട് ഒന്ന് കുലുക്കിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു സ്പ്രെയർ ക്യാപ്പുണ്ട്, ഇത് 20 രൂപയൊക്കെ കൊടുക്കുമ്പോൾ കിട്ടും. ഈ ഒരു സ്പ്രെയർ ക്യാപ്പ് കൊണ്ട് നമുക്ക് അടച്ചിട്ട് ഈ ചെടികളുടെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നമുക്ക് 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയെടുക്കാം. എന്നിട്ട് എല്ലാ ചെടികളുടെയും ഇലകളിൽ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഇലകളിലുള്ള കുഞ്ഞു ഓട്ടകളിൽ കൂടെയൊക്കെ ഇത് ചെടികൾ അബ്സോർബ് ചെയ്തെടുത്തോളും. ഇനി നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഈ ചെടിയുടെ ചുവട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് 1.5 ലിറ്റർ വെള്ളത്തിൽ വേണം നമ്മൾ 1 സ്പൂൺ കലക്കേണ്ടത്. അപ്പോൾ നമ്മളത് പറയുന്ന അളവിൽ നിന്ന് ഇച്ചിരി കൂടി ഡൈല്യൂട്ട് ചെയ്ത് വേണം. കുഞ്ഞു ചെടികൾക്കാണെങ്കിൽ കുറച്ചുകൂടി ഡൈല്യൂട്ട് ചെയ്ത് വേണം നമ്മൾ കൊടുക്കാൻ. ഈ NPK ഒരു രാസവളമാണ്. ഇതിനെ നമുക്ക് വീട്ടിൽ ജൈവവളമായും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഈ രാസവളങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇത് അമിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മണ്ണിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടിരിക്കും. അതായത് മണ്ണിലുള്ള സൂക്ഷ്മജീവികളുടെ വളർച്ചയെ ഇവ തടയും. അതുകൊണ്ട് ഇതിനെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും നമ്മൾ ഇതിനെ ഉപയോഗിച്ച് നമ്മളെ മണ്ണിൻ്റെ ആ ഗുണങ്ങൾ കളയാതിരിക്കുക. 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് 1 മാസത്തിലൊരിക്കലും ഒക്കെ NPK കൊടുക്കാം. അല്ലാതെ നമ്മുടെ ജൈവമായിട്ടുള്ള സാധനങ്ങൾ, നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം ഒക്കെ അടങ്ങിയ ഒരുപാട് സാധനങ്ങളുണ്ട്. അതായത് കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, അതേപോലെ നമ്മുടെ തേയിലച്ചണ്ടി, ഇതിലൊക്കെ ഇഷ്ടംപോലെ നൈട്രജൻ ഉണ്ട്. അതേപോലെ എല്ലുപൊടിയിൽ ഫോസ്ഫറസ് ഉണ്ട്. പിന്നെ നമ്മുടെ ചീമക്കൊന്നയില ഒക്കെ ഇല്ലേ, അതിലൊക്കെ ഇഷ്ടംപോലെ നൈട്രജൻ ഉണ്ട്. പിന്നെ ഫോസ്ഫറസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് പഴത്തൊലി. അതേപോലെ പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ളത് വാഴത്തണ്ടില്ലേ, നമ്മുടെ വാഴത്തണ്ടൊക്കെ എടുത്ത് കുരുകുര അരിഞ്ഞ് അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് പുളിപ്പിച്ച് പിഴിഞ്ഞ് ആ വെള്ളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ജൈവ NPK നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ജൈവവളമായ NPKകൾ നമുക്ക് ചെടികളുടെയൊക്കെ ചുവട്ടിൽ ധൈര്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം. കാരണം അത് അബ്സോർബ് ചെയ്ത് ചെടിക്കൊക്കെ കിട്ടാൻ കുറച്ച് സമയമെടുക്കുമെന്നേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് നമ്മുടെ മണ്ണിനൊന്നും തന്നെ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സുകളൊക്കെ ഇല്ലേ, അതായത് ബൊഗൈൻവില്ല, പെൻഡാസ്, ലെൻഡാന, അതേപോലെ അഡീനിയം മുതലായ ചെടികളൊക്കെ നിറഞ്ഞു പൂക്കാൻ വേണ്ടി നമുക്ക് ഫോസ്ഫറസും പൊട്ടാഷ്യവും കൂടുതലുള്ള NPKകൾ ഉപയോഗിക്കാം. അത് നമ്മൾ 2 ആഴ്ചയിലൊരിക്കലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെ ചെടികൾ നിറഞ്ഞ് ഇങ്ങനെ പൂത്ത് നിൽക്കും. അപ്പോൾ നമ്മൾ നഴ്സറികളിലൊക്കെ കണ്ടിട്ടില്ലേ, നല്ല രസമായിട്ട് ഇങ്ങനെ ബൊഗൈൻവില്ലാസും അഡീനിയും ഒക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാം. അവയൊക്കെ പൂത്ത് നിൽക്കുന്ന ഒരു രഹസ്യമെന്ന് പറയുന്നത് അവരിതുപോലെ പൊട്ടാഷ്യവും ഫോസ്ഫറസും ഒക്കെ കൂടിയ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ അത്യാവശ്യം മെച്ചറായതിനു ശേഷം അതിൽ നമ്മൾ നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ നൽകാതിരിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് ഈ ഇലച്ചിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും, പൂക്കളും കായ്കളും ഒന്നും തന്നെ പിടിക്കില്ല. ഒത്തിരി പൂക്കുന്ന ചെടികളില്ലേ, നമ്മുടെ തെച്ചി, അതേപോലെ ഒരുപാട് ചെടികളുണ്ട്, ചെമ്പരത്തി, അങ്ങനത്തെയൊക്കെ ചെടികളില്ലേ. ഇപ്പോൾ ഒരുപാട് ക്രീപ്പിംഗ് ഫ്ലവേഴ്സ് ഉള്ള ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവയൊക്കെ നിറഞ്ഞ് പൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നിറഞ്ഞ് പൂക്കും. അപ്പോൾ ഈ പൂക്കളൊക്കെ കൊഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെയുള്ള ആ
പൂക്കളൊക്കെ കൊഴിഞ്ഞ് നിൽക്കുന്ന ആ തണ്ടുകൾ നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം. പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലുള്ള NPK അല്ലെങ്കിൽ നൈട്രജൻ 0 ആയിട്ടുള്ളതും അതേപോലെ ഫോസ്ഫറസും പൊട്ടാഷ്യം ഒക്കെ കൂടുതലായിട്ടുള്ള വളങ്ങൾ നമ്മൾ ഒന്നുകിൽ ചുവടിലോ അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കിയോ ഒക്കെ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പുതിയതായിട്ട് വരുന്ന ബ്രാഞ്ചസും മുകുളങ്ങളിലെല്ലാം പുതിയ പൂക്കൾക്കുള്ള ബഡ്സുകളോട് കൂടിയായിരിക്കും പുതിയ പുതിയ ബ്രാഞ്ചസുകൾ വരുന്നത്. അപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലുള്ള പൂക്കാനുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതാണ് പുതിയ നിറഞ്ഞ് പൂക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ NPK ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിൽ ഫോസ്ഫറസിൻ്റെയും പൊട്ടാഷ്യത്തിൻ്റെയും അളവ് കൂടുതലാണ്. ഇത് ചെടികൾ നന്നായിട്ട് പൂക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട NPK 19-19 കൺസിസ്റ്റൻസി അല്ല. നേരത്തെ നമ്മൾ കണ്ടത് ഒരു പഞ്ചസാരയുടെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിലായിരുന്നു. ഇത് വേറെ തന്നെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. അതായത് പല ബ്രാൻഡുകൾ പല ഇതിലിറക്കുന്നതേ ഉള്ളൂ. എല്ലാത്തിൻ്റെയൊക്കെ ഗുണങ്ങൾ ഒന്ന് തന്നെ, പക്ഷേ അത് അറിഞ്ഞ് നമ്മൾ ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നൈട്രജൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പോൾ ഇത് പൂക്കുന്ന ചെടികൾക്കും കായ്ക്കുന്ന ചെടികൾക്കും ഒക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. ഒരു സെറ്റ് പൂക്കളൊക്കെ പൊഴിഞ്ഞതിന് ശേഷം ഇതുപോലുള്ള ബ്രാഞ്ചൊക്കെ നമ്മൾ മുറിച്ചിട്ട്, അതായത് ആ പൂക്കൾ കൊഴിഞ്ഞ് നിൽക്കുന്ന ബ്രാഞ്ചൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചുവട്ടിലിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ബ്രാഞ്ചിലൊക്കെ നിറയെ പൂക്കളുമായിട്ട് വരും. അപ്പോൾ ഇതുപോലെ തെച്ചിയിലും അതേപോലെ ബൊഗൈൻ വില്ലാസിലും എല്ലാത്തിലും പൂക്കുന്ന എല്ലാ ചെടികളിലും നമുക്ക് കൊടുക്കാം. അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സുന്ദരിയായിട്ട് ഇതുപോലെ ചെടികളിങ്ങനെ പൂത്ത് നിറഞ്ഞ് നിൽക്കും. അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അല്ലേ. ഇനി പൂക്കുകയും കായ്ക്കുകയും ഒന്നും ചെയ്യാത്ത ഇലച്ചെടികളാണെങ്കിൽ നമുക്കതിന് നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള NPKകൾ കൊടുക്കാം. അതായിരിക്കും നല്ല ഗ്രീനറിയോടുകൂടി ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സ് വളർന്നു വരാൻ നല്ലത്. ഇപ്പോൾ നമ്മളൊരു ഡോക്ടറുടെ അടുക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ രോഗികൾക്കും ഡോക്ടർ ഒരേ മരുന്നല്ലല്ലോ കൊടുക്കുന്നത്. പല രോഗികൾക്കും അവരുടെ രോഗത്തിനനുസരിച്ചുള്ള മരുന്നല്ലേ കൊടുക്കുന്നത്. അതുപോലെ ആയിരിക്കണം നമ്മൾ ചെടിക്ക് വളങ്ങൾ കൊടുക്കേണ്ടത്. എല്ലാ ചെടികൾക്കും ഒരുപോലെ ഉള്ള വളങ്ങളല്ല കൊടുക്കേണ്ടത്. ഇലച്ചെടികൾക്ക് വേറെ, പൂച്ചെടികൾക്ക് വേറെ, അതേപോലെ കായ്ക്കുന്ന ചെടികൾക്ക് വേറെ, അങ്ങനെ പലതിനും പല രീതിയിലുള്ള വളങ്ങൾ വേണം നമ്മൾ നൽകാൻ. അങ്ങനെ NPK എപ്പോൾ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ കുറച്ച് പേരുടെയെങ്കിലുമൊക്കെ ഡൗട്ടുകൾ മാറിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ നമ്മളെ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പുതിയ വീഡിയോയുമായി കാണുന്നത് വരേക്കും ടാറ്റാ.